ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് മൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമുണ്ട്. കാരണം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാമിൻ്റെ ഐബ്രോ എന്ത് ചെയ്തതാണ്, മൈക്രോ ബ്ലേഡിങ് ചെയ്തതാണോ, ടാറ്റോ ചെയ്തിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എപ്പോഴും എനിക്ക് കമൻറ്റ് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഐബ്രോനെ കുറിച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. സോ അതിനുള്ള ഒരു റിപ്ലൈ ആണ് എങ്ങനെയാണ് നമ്മൾ ഐബ്രോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നമുക്കും ഒരു സെലിബ്രിറ്റി സ്റ്റൈലിൽ ഐബ്രോ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഐബ്രോയ്ക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ. പലവർക്കും ഇപ്പോഴും അറിയാത്ത ഒരു കാര്യം, നമ്മളെപ്പോഴും എന്താ പറയുക, ഫേസ് നമ്മൾ ഒരുങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എനിക്കറിയില്ല, ഒരു 60% ആൾക്കാരും ഐബ്രോ പെട്ടെന്നൊന്നും ചെയ്യാറൊന്നുമില്ല. പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് പെൻസിൽ കൊണ്ടൊന്ന് എഴുതി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ട്. ബട്ട് എന്നാലും കുറവാണ്. നമ്മൾ ഫേസിലേക്ക് വല്ല ഫെയർനെസ് ക്രീം യൂസ് ചെയ്യും, ലിപ്സ്റ്റിക് ഇടുന്നവരുണ്ടാവും, ഫെയർനെസ് ക്രീം ഉണ്ടാവും, നമ്മൾ ഐ മേക്കപ്പിൻ്റെ പാർട്ടായിട്ട് ജസ്റ്റ് ലൈനറും മസ്കാരയൊക്കെ യൂസ് ചെയ്യും. ബട്ട് എന്നാൽ പോലും ഐബ്രോ ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ എല്ലാവരുടെ ഐബ്രോ എടുത്തു കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കില്ല. നമുക്ക് ഹെയറിന് വോളിയം ഉണ്ടാവില്ല, നമുക്ക് അവിടെ കട്ട് ചെയ്ത് പോയ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് എങ്ങനെയാണ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒത്തിരി പേരുണ്ട്. പിന്നെ നമുക്കിതൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആണോ, നമ്മൾ ഏതെങ്കിലും സലൂണിൽ പോയി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൈക്രോ ബ്ലേഡിങ്, അല്ലെങ്കിൽ നമുക്ക് ഐബ്രോ ടാറ്റൂ ചെയ്യുക, ഇങ്ങനെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ സൂപ്പർബായിട്ട് സെലിബ്രിറ്റി സ്റ്റൈലിൽ നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഐബ്രോ ഡെയിലി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി ഫില്ല് ചെയ്യണം എന്ന് വെച്ചാൽ എങ്ങനെ ഫില്ല് ചെയ്യണം, ഏത് രീതിയിലാണ്, എന്താണ് ശരിക്കുള്ള ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടും കുറേ പേര് അത് ചെയ്യാറില്ല. ചുമ്മാ ഇങ്ങനെ വരച്ച് പോകാമെന്നുള്ളതിലുപരി നമ്മൾ ഡെയിലി ഐബ്രോ കോംബ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്തും കൊടുക്കണം. ഫില്ലിങ് ആൻഡ് കോമ്പിങ് ഇത് രണ്ടും നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഐബ്രോയിൽ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ വളരെ ലൈറ്റായിട്ടൊന്ന് ഐബ്രോ ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് വൈപ്പ് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരണമെന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഒന്ന് കാണിച്ചപ്പോൾ നിങ്ങൾക്കും ഭയങ്കര സന്തോഷവും. അപ്പോൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം പഠിക്കുക കേട്ടോ. ഐബ്രോയ്ക്ക് എപ്പോഴും അതിൻ്റേതായ നമ്മളൊരു ഫേസിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഐബ്രോയാണ്. നമ്മളൊരാളുടെ ഫേസ് കണ്ടാൽ ആ ഫേസ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് ആദ്യം നമുക്ക് വരുന്നത് നമുക്ക് ആ ഫേസിൽ ഐബ്രോയിലായിരിക്കും. ആ ഐബ്രോ പ്രോപ്പർ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒരു സെൽഫായിട്ട് മേക്കപ്പൊക്കെ എത്ര നിങ്ങൾ ഒരുങ്ങിപ്പോയാലും നിങ്ങളുടെ ഫേസിന് ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു അട്രാക്ഷൻ കിട്ടണം. മറ്റുള്ളവരുടെ ഇതിൽ നിന്ന് നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളൊന്ന് ഒരുങ്ങുമ്പോൾ എല്ലാവരും നമ്മളെ കാണണം അല്ലെങ്കിൽ നോക്കണം എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാരുടെ ഇത്. പക്ഷേ ആരും പുറത്ത് പറയത്തില്ല. എന്നാലും എല്ലാവരുടെയും ആഗ്രഹം അതാണ്, നമ്മൾ മറ്റുള്ളവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. സോ അതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇപ്പോഴും അത് ചെയ്യാത്തത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഐബ്രോ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാൻ നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഐബ്രോ വളരെ ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നാൽ പോലും ഞാൻ അതൊന്ന് വൈപ്പ് ചെയ്തിട്ട് ഞാൻ ഒന്ന് റീഫിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇത് ഒറിജിനലാണോ അല്ലേ എന്നൊക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രോപ്പറായിട്ട് ഐബ്രോ ത്രെഡ് ചെയ്യുക കേട്ടോ. എല്ലായ്പ്പോഴും നിങ്ങൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ മതി. കുറേയൊക്കെ വന്നിട്ടുണ്ട്. ത്രെഡ് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ ത്രെഡിങ് ഒന്നും ചെയ്യാതെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടത്തില്ല. മിക്ക ആൾക്കാരും ത്രെഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ത്രെഡ് ചെയ്യുന്നത് ഇതായിട്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. ബട്ട് പറ്റുമെങ്കിൽ ത്രെഡ് ചെയ്ത് നിങ്ങൾ ആ ഒരു ഷേപ്പ് ആദ്യം കൊണ്ടുവരിക. ത്രെഡ് നിങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ള ഹെയറിന് അത് എപ്പോഴും നമുക്ക് ഷേപ്പ് വേണം, ഐബ്രോയൊക്കെ ഭയങ്കര ഷേപ്പ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മളൊന്നും ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഐബ്രോ ത്രെഡ് ചെയ്യണമെന്ന് വെച്ചാൽ ത്രെഡ് ചെയ്യണോ എന്ന് ചോദിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. സോ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. വളരെ ലൈറ്റായിട്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും എക്സസ് ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ.
ഓക്കെ, ഒന്നുമില്ല കേട്ടോ. ഇത് എൻ്റെ ഒന്നും ഇല്ലാത്ത, ഒന്നും അപ്ലൈ ചെയ്യാത്ത റിയലായിട്ടുള്ള ഐബ്രോയാണ്. ഇതാണ് എൻ്റെ ഐബ്രോ. നാച്ചുറലി ഇതാണ് എൻ്റെ ഐബ്രോ കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നോക്കിക്കോളൂ. നമുക്കിനി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഐബ്രോ ക്രീം അല്ലെങ്കിൽ ഐബ്രോ പൗഡർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ ഓയിലി സ്കിന്നാണെങ്കിൽ നിർബന്ധമായിട്ടും ഐബ്രോ പൗഡർ എടുക്കുക. നോർമൽ ടു ഡ്രൈ സ്കിന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഐബ്രോ ക്രീം എടുക്കുക. ക്രീമിന് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, റിസൾട്ട് കൂടുതലാണ്. അപ്പോൾ അടുത്ത കമൻറ്റ് വരും, മാം ഏതാ മാം പ്രൊഡക്റ്റ് എന്നുള്ളത്. പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റീകോഡിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാം കേട്ടോ. REECOD റീകോഡ് അതെടുക്കാം. നമ്മളെപ്പോഴും ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഈ ഇന്നർ കോർണർ, ഐയുടെ ഇന്നർ കോർണർ ഈ ഒരു പൊസിഷൻ ഇങ്ങനെയായിരിക്കണം നമ്മളുടെ ലെവൽ വരേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഈ ഒരു രീതിയിലെടുക്കുക. ദെൻ നമ്മളുടെ ഈ ഐബ്രോ ബ്രഷ് നിർബന്ധമാണ് കേട്ടോ. ഐബ്രോ ബ്രഷ് ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ബ്രഷ് വേണം. ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കാം. ഇവിടെ എപ്പോഴും ഈ ഒരു പോയിൻ്റ് നമ്മൾ ലിഫ്റ്റിംഗ് ഏരിയ ആണ്. ഇവിടെ പോയിൻ്റ് ജസ്റ്റ് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവരണം. എനിക്ക് വീഡിയോയിലായതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഞാൻ മിററൊന്നും നോക്കാതെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ജസ്റ്റ് മേളിൽ ഇവിടെ എപ്പോഴും ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഈ ചരിച്ച് താഴേക്ക് ഈ ഒരു മെത്തേഡിൽ കേട്ടോ, ഈ ഒരു ഷേപ്പിൽ. അതുപോലെ നമുക്ക് താഴെ അതേ ലെവലിലെടുക്കുക. ഉള്ളിലേക്ക് കൊടുത്ത് അപ്ലൈ ചെയ്യുക. ദെൻ ഇവിടെയും ആ ലിഫ്റ്റിംഗ് പോയിൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമുക്ക് താഴേക്ക് കൊണ്ടുവരാനായിട്ട് കേട്ടോ. ആദ്യം നമ്മൾ ഔട്ട്ലൈനാണ് കൊടുക്കുന്നത്. ആദ്യം താഴെയും മേളിലും ഔട്ട്ലൈൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉള്ളിൽ നല്ലതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ ചരിച്ച് പിടിച്ച് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇപ്പോൾ കണ്ടോ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം. ഇത് ഞാൻ കറക്റ്റായിട്ട് ഐബ്രോ ത്രെഡ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു ഷേപ്പിൽ വരും. നിങ്ങൾ ത്രെഡ് ചെയ്തിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഷേപ്പ് കിട്ടും. നമ്മളുടെ അതായത് നമ്മളുടെ ആംഗിൾ ബ്രഷ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ബ്രഷ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കുറച്ച് താഴേക്കും ഇവിടെ മേളിലേക്കുമാണ്. അപ്പോൾ നമ്മളെപ്പോഴും അപ്ലിക്കേഷൻ ഓപ്പോസിറ്റ് ആയിരിക്കരുത്. ഈ ബ്രഷ് ഇങ്ങനെ തന്നെ പിടിച്ച് ഈ മെത്തേഡിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് ഉള്ളിൽ നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആ ബ്രഷ് കറക്റ്റായിട്ട് പിടിക്കുക. തിരിച്ച് പിടിച്ചാൽ നമുക്ക് കിട്ടില്ല. ഓപ്പോസിറ്റ് സൈഡ് പിടിക്കരുത്. ഈ ഒരു ഏരിയ വീണ്ടും നമ്മളൊന്നും കൂടി ഒന്ന് ഇച്ചിരിയും കൂടെ നിങ്ങൾക്ക് എത്രത്തോളം വൈഡാക്കണോ അത്രയും ഒന്ന് വൈഡാക്കി എടുക്കും. പക്ഷേ എന്ന് വെച്ചാൽ ഓവറല്ല. നമ്മൾ ആ ഷേപ്പിൽ നിന്നുകൊണ്ട് ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ മേളിലേക്ക് കയറ്റിയെടുക്കാം. മനസ്സിലായത്? ഈ ഒരു ലൈൻ ഇങ്ങനെ കീപ്പ് ചെയ്യുക. ഇങ്ങനെ കൊണ്ടുവരിക. ഇവിടെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് താഴേക്ക്. എന്നതിന് ശേഷം ഇങ്ങനെ ഫില്ല് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് ഏരിയ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളുടെ ഈ ബ്രഷ് ഇങ്ങനെ ഈ രീതിയിൽ പിടിക്കുക കേട്ടോ. ഇങ്ങനെ നേരെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ മേളിലേക്ക് ജസ്റ്റ് കോംബ് ചെയ്യുന്ന രീതിയിൽ ഈ ഹെയർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഇവിടെ ഫില്ല് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോഴേ നമുക്ക് നാച്ചുറലായിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഏരിയ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അതിനുശേഷം നമുക്കൊരു ബ്രഷ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് മസ്കാരയൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഫ്രണ്ട് ഏരിയ ജസ്റ്റ് മേളിലേക്ക് ഇങ്ങനെ കോംബ് ചെയ്ത് വിടുക. അതിനുശേഷം നമ്മൾ കൊടുത്തതെല്ലാം തന്നെ കറക്റ്റ് സെറ്റ് ചെയ്ത് വരണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കൊടുത്ത് താഴേക്ക് സെറ്റ് ചെയ്യാം. മനസ്സിലായി? ഇതിപ്പോൾ ഞാൻ ഒന്നും ചെയ്യാത്തത്, ഇത് ഞാൻ ഫില്ല് ചെയ്തത്. പക്ഷെ ഞാൻ മിററൊന്നും നോക്കാതെ ചെയ്യുന്നത് കൊണ്ട് ചെറിയ കറക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്ത് കാണുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ഐബ്രോ കുറച്ചും കൂടി ലിഫ്റ്റ് ചെയ്ത പോലെ, കാരണം നമ്മൾ ആ ഒരു ഏരിയ ശരിക്കും നമ്മളിങ്ങനെ കേർവ് കൊടുത്തിട്ട് ജസ്റ്റ് താഴത്തേക്ക് കൊണ്ടുവന്നേക്കും. ഞാൻ അതുപോലെ ഇനി ഇതും ഒന്ന് ഫില്ല് ചെയ്യാം. ആദ്യം
ബ്രഷ് കറക്റ്റാണോ പിടിക്കണമെന്ന് ചെക്ക് ചെയ്യുക. ദെൻ അതിന് ശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഫ്രണ്ടിൽ നിന്ന് ചെയ്യരുത്, ഞാൻ വീണ്ടും പറയുവാണ്. ലിഫ്റ്റ് ചെയ്ത് താഴെ കൊണ്ടുവരാം. അതുപോലെ താഴെയും. ഔട്ട്ലൈൻ ആദ്യം കറക്റ്റായിട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഫില്ല്. അപ്പോൾ നമ്മൾ ഈ ഹെയർ ഇല്ലാത്തവർ, ഹെയർ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായി പോയി കട്ട് ചെയ്ത പോലെയൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഡെയിലി ഫില്ല് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മളുടെ ഐബ്രോ ശരിക്കും കാണുമ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് ഹെയർ ഇല്ലാത്ത പോലെ നമുക്ക് തോന്നത്തേ ഇല്ല ഉള്ളിൽ. അതിനുശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിതിൽ ബ്ലാക്ക് എടുക്കാം, അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് എടുക്കാം. ചിലവർ ഒത്തിരി ഹെവി ആയിട്ട് കാണണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡ് മാറ്റാം, ബ്രൗൺ എടുക്കുക. അതല്ല കുറച്ചും കൂടെ നല്ല പോലെ എനിക്ക് നന്നായിട്ട് കാണണം, ഞാൻ എൻ്റെ ഐബ്രോ നല്ല പോലെ എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ ബ്ലാക്ക്. ഞാനിപ്പോൾ ബ്ലാക്ക് കൊടുത്തേക്കണം, ബിക്കോസ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എടുത്ത് അറിയാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം ഇത് ഇവിടെ ഇങ്ങനെ നല്ലപോലെ ഫില്ല് ചെയ്ത് ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് ആ ലിഫ്റ്റിംഗ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിറർ അല്ലാതെ ജസ്റ്റ് വീഡിയോ നോക്കി ചെയ്തുകൊണ്ട് കുറച്ച് അതിൻ്റേതായതുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഞാൻ ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഞാൻ ശരിക്കും പറഞ്ഞു തരാൻ വേണ്ടി വന്നത് കേട്ടോ. ഒരുപാട് പേര് എന്നോട് ചോദിക്കണ കാര്യമാണ്, മാമിൻ്റെ ഐബ്രോ സൂപ്പർബാണ്, സോ അതിനെന്താ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെ ഈ രീതിയിലാണ് എല്ലാ ദിവസവും ഞാൻ ഫില്ല് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഐബ്രോ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി കൂടുതലാണ് അപ്ലൈ ചെയ്തത്, ബിക്കോസ് നിങ്ങൾക്ക് അറിയണമല്ലോ, വീഡിയോയിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്താലേ അത് എടുത്ത് കാണത്തുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇതാണ്. അപ്പോൾ ഐബ്രോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ സൗന്ദര്യം എന്നൊക്കെ പറയണതിൽ ഏറ്റവും പങ്കുവയ്ക്കുന്ന ഒരു സംഭവം നമ്മുടെ ഫേസിൽ ഐബ്രോയാണ്. അപ്പോൾ ഐബ്രോയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ ഫേസ് മാത്രം എപ്പോഴും വെളുത്ത് തുടുത്തിരുന്നാൽ മതി എന്ന് ചിന്തിക്കരുത്. ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് അങ്ങനെയല്ല. ലിപ്സ്റ്റിക്ക് ആൻഡ് ഐബ്രോ ഞാൻ എപ്പോഴും എൻ്റെ ഗ്രൂമിങ്ങിൽ ആദ്യം എനിക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മേക്കപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നത് ഐബ്രോയും ലിപ്സ്റ്റിക്കും, ഇത് രണ്ടും മസ്റ്റാണ്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്താലേ, ഐബ്രോ ഫില്ല് ചെയ്താലേ ശരിക്കും നമുക്ക് ഫേസിൻ്റെ ഒരു ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉള്ളിൽ നിന്ന് വരത്തുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കണ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളും ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏതാണ് കമ്പനി നല്ലതെന്ന് ഒരുപാട് പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് റീകോഡിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക. പ്ലസ് അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ഐബ്രോ ഫില്ലിംഗ് ബ്രഷ് നിർബന്ധമായിട്ടും മേടിക്കുക. അതുപോലെ ഐബ്രോ കോമ്പും വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി അതിനും പകരം ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ കോമ്പ് നോക്കി കണ്ടില്ല, ഞാൻ എപ്പോഴും അതുകൊണ്ട് ഇതുപോലെയൊക്കെ നമുക്ക് കഴിഞ്ഞതൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ മസ്കാരയുടെ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കോമ്പ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനിയും ഇതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. ദെൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ചാനലിലുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.